ഹായ് ഓൾ, വെൽക്കം ടു CC പ്ലസ്. ഞാൻ അനന്തു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നവോദയ 2025 എക്സാം കഴിഞ്ഞപ്പോൾ പേരൻസിന് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് കട്ട് ഓഫ്. എൻ്റെ കുട്ടികൾക്ക് കിട്ടുമോ, എൻ്റെ കുട്ടിക്ക് കിട്ടുമോ? എനിക്ക് കൂടുതൽ വന്ന എൻക്വയറീസ്, അതേപോലെ മെസ്സേജ്, കോൾസ് എല്ലാം എന്താണ്, കട്ട് ഓഫിനെ കുറിച്ചാണ്. എന്തായിരിക്കും നവോദയയുടെ കട്ട് ഓഫ്, എങ്ങനെയായിരിക്കും അവരുടെ റാങ്ക് ലിസ്റ്റ്, മാർക്ക് എങ്ങനെ അറിയാൻ പറ്റും, ഇത്ര മാർക്കിലുള്ളവർക്ക് കിട്ടുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പേരൻസിൻ്റെ സംശയം. അപ്പോൾ ഇന്ന് നമുക്ക് അതിനൊരു പരിഹാരം ഉണ്ടാക്കാം. എങ്ങനെയായിരിക്കും അവിടെ അവർ സെലക്ഷനിൽ ആരൊക്കെയാണ്, എത്ര പേരെയാണ് എടുക്കുക എന്നുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ പറയുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അർബൻ കാറ്റഗറിയും റൂറൽ കാറ്റഗറിയും, അല്ലേ? നമുക്ക് അർബനും ഉണ്ട്, റൂറലും ഉണ്ട്. രണ്ട് കാറ്റഗറിയിലാണ് നമ്മൾ പോകുന്നത്, അല്ലേ? അപ്പൊ ഇതില് ആദ്യം എടുക്കുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് 75% സീറ്റും പോകുന്നത് ആർക്ക് തന്നെയാണ്? റൂറലിലുള്ള ആൾക്കാർക്കാണ്. ബാക്കി 25% മാത്രമേ എവിടെ വരത്തുള്ളൂ? ഈ പറയുന്ന അർബൻ ഏരിയയിലേക്ക് വരത്തുള്ളൂ. ഇതിന്റെ ഡിഫറൻസ് തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എല്ലാവർക്കും ഇതിന്റെ ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇപ്പോഴേ പേരൻസിന്. 75%, 25%. ഇപ്പൊ മാർക്കിന്റെ കാര്യം നിങ്ങൾ അവിടെ തന്നെ ഉറപ്പിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഇവരാകെ 20 കുട്ടികളെയാണ് ഇങ്ങോട്ട് എടുക്കാറ്. കഴിഞ്ഞ വർഷങ്ങളിൽ 20 സ്റ്റുഡൻസിനെ അർബൻ ഏരിയയിൽ എടുത്തു. ഇത് നമുക്ക് പറയുമ്പോൾ അർബൻ സീറ്റ്സ് ഉണ്ടല്ലോ, നമുക്ക് റിസർവേഷനോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ജനറൽ കാറ്റഗറി, അല്ലെങ്കിൽ നമുക്ക് ഹൈ മാർക്കുള്ള OBC കുട്ടികൾ, ജനറൽ കാറ്റഗറി, അങ്ങനെയുള്ള കുട്ടികളെ എടുക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം 11 പേരെയാണ്. അതിലെ ആ ഒരു കാറ്റഗറിയിൽ 11 പേരെ എടുത്തു. അത് കഴിഞ്ഞിട്ട് അവർ കൊടുത്തിട്ടുള്ളത് ഓപ്പൺ ബാക്ക്വേർഡ്, ഇപ്പം OBC ആയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താ പറയുക, ഗേൾസിന് കുറച്ച് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവിടെ ഒരു 5 കുട്ടികളെയും കൂടെ എടുത്തു. അതാണ് ബാക്ക്വേർഡ് കോട്ടയിൽ എടുത്തിട്ടുള്ളത്. OBCയിൽ വരും, ഓപ്പൺ ബാക്ക്വേർഡ് ക്ലാസ്സിൽ വരും. ഇനി അടുത്തത് SC/ST ഓപ്പൺ ഷെഡ്യൂൾഡ് കാസ്റ്റിലേക്ക് വരുമ്പോൾ അവിടെ എടുത്തിട്ടുള്ളത് 3 കുട്ടികളെയാണ്. അതേപോലെ തന്നെ ST ഷെഡ്യൂൾഡ്, ഓപ്പൺ ഷെഡ്യൂൾഡ് ട്രൈബിലേക്ക് വരുമ്പോൾ അവിടെ കഴിഞ്ഞ പ്രാവശ്യം എടുത്തത് ഒരാളെയാണ്. ഈ ഒരു ടൈപ്പ് ഓഫ് രീതിയിലാണ് പോകുന്നത്. നോക്കിയേ, 11, 5, 3, 1. ഇപ്പൊ 20 സ്റ്റുഡൻസ് ആയില്ലേ? ബാക്കി വരുന്ന എല്ലാ ആൾക്കാരെയും എങ്ങോട്ടാണ് എടുത്തിരിക്കുന്നത്? 75% ആൾക്കാരും റൂറൽ ഏരിയയിൽ ഓപ്പൺ സീറ്റ്സിൽ തന്നെ പോയിരിക്കുന്നത് 30 സ്റ്റുഡൻസ് ആണ്. നല്ല റാങ്കിൽ, പെട്ടെന്ന് നല്ല റാങ്കിൽ കയറി വന്നത്. ഇവർക്ക് രണ്ടുപേർക്കും 2 രീതിയിലായിരിക്കും റാങ്കിങ് വരിക കേട്ടോ. ഓരോ റാങ്കിൽ നിന്നായിരിക്കും അവരെ അങ്ങോട്ട് എടുക്കുക. അപ്പൊ റൂറലിൽ ഏതാണ്ട് 30 പേരെ, ഒരു ഓപ്പൺ മെറിറ്റിൽ പോയിരിക്കുന്നത് 30 പേരാണ്. ഓപ്പൺ മെറിറ്റ് സീറ്റിൽ 30 പേർക്ക് അഡ്മിഷൻ ഉണ്ട് റൂറലിൽ. അത് കഴിഞ്ഞിട്ട് OBCയിലേക്ക് വരുമ്പം ഒരു 16 പേര്, SC/STയിലേക്ക് വരുമ്പോൾ നമുക്ക് 9, അതേപോലെ തന്നെ +5. അങ്ങനെ ആണ് നമുക്ക് 80 സ്റ്റുഡൻസിനെ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ ചില ഡിസ്ട്രിക്റ്റുകളിലേക്ക് എടുത്തത്. ഇതൊരു ഊഹാപോഹം കണക്കുകളാണ്, എങ്കിലും ഇത് അത്യാവശ്യം ആക്യുറേറ്റ് ആണ് എന്ന് നമുക്ക് പറയാം. ഏതാണ്ടൊക്കെ ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു കണക്ക്. ഈ ഒരു റേഞ്ചിലൊക്കെ അവർ ആൾക്കാരെ എടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് അവിടുത്തെ സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോൾ നിങ്ങളുടെ പേരൻസിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കൺഫ്യൂഷൻ ഞാൻ മാറ്റുകയാണ്. ഈ ഒരു രീതിയിലായിരിക്കും സീറ്റ് വരുന്നത്. മെയിൻ ആയിട്ട് ഡൗട്ട് ഉള്ളത് അർബൻ ഏരിയയിലെ കുട്ടികൾക്കായിരുന്നു. റൂറൽ ഏരിയ പിന്നെ നമുക്ക് കുറച്ച് റിലാക്സേഷൻ ഉണ്ട്, 75% ഉണ്ട് എന്നൊക്കെ നമുക്ക് പറഞ്ഞിരിക്കാം. പക്ഷെ മെയിൻ കാറ്റഗറി ബേസിസ്, ഇപ്പൊ OBC അതേപോലെ തന്നെ ജനറൽ ഇത് വെച്ച് നോക്കുകയാണെങ്കിലും വേറെ ഒത്തിരി അധികം നമുക്കവിടെ എന്താ പറയാ സീറ്റ്സ് ഒന്നും വരുന്നില്ല, അല്ലെങ്കിൽ റിലാക്സേഷനും ഇല്ല. എന്തിനാ? അർബൻ റൂറലിന് തന്നെയാണ് അവര് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് അതിൽ വരുന്ന കാര്യം. ഇനി നമുക്ക് പറയാനുള്ളത് ഇതിന്റെ കട്ട് ഓഫ്. ഇതുവരെ ചരിത്രത്തിൽ നവോദയ സ്കൂളുകാർ കട്ട് ഓഫ് പുറത്ത് വിട്ടിട്ടില്ല. കട്ട് ഓഫ് എന്ന് പറയുന്ന ഒരു സാധനം പുറത്ത് വിട്ടിട്ടില്ല, നമുക്കറിയില്ല. ഇപ്പം നമ്മൾ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നവോദയയുടെ സൈറ്റിൽ നിന്ന് തന്നെ നമ്മൾ കട്ടാണ്. പിന്നെ നമ്മൾ 6ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ളത് ഒന്നും വരുന്നില്ല. റിസൾട്ട് വരുമ്പോഴാണ് പിന്നെ അവിടെ സൈറ്റിൽ ഒരു അനക്കമുള്ളൂ. അതുവരെ ഒരനക്കവും ഇല്ല, ആരെയും നമ്മൾ അറിയുന്നുമില്ല, ഒരു കാര്യങ്ങളും നമുക്ക് പിന്നെ അറിയാനില്ല 6th ബേസിസിൽ. ഓക്കെ, അപ്പൊ റിസൾട്ട് വരുമ്പോൾ ജസ്റ്റ് നമുക്ക് അവർ പറയും, കൺഗ്രാജുലേഷൻ, യു ആർ ഇൻ ദ മെയിൻ ലിസ്റ്റ്. ഇനി ലിസ്റ്റിൽ ഇല്ലെങ്കിൽ യു ആർ നോട്ട് ഇൻ ദ മെയിൻ ലിസ്റ്റ് എന്ന് കൃത്യം കാണിക്കും. റാങ്ക് അറിയാൻ പറ്റില്ല, മാർക്ക് അറിയാൻ പറ്റില്ല, ഇതൊന്നും നമുക്കറിയാൻ പറ്റില്ല.
സോ നമ്മൾ എന്ന് വരെ വെയിറ്റ് ചെയ്യണം? മാർച്ചിൽ ആയിരിക്കും നമുക്ക് റിസൾട്ട് വരിക. മാർച്ച് ഫസ്റ്റ് വീക്ക് എന്നൊന്നും ഞാൻ പറയില്ല, കാരണം മാർച്ച് സെക്കൻഡ് അല്ലെങ്കിൽ ലാസ്റ്റോടെയൊക്കെ വരാൻ ചാൻസ് ഉള്ളൂ. മാർച്ച് ലാസ്റ്റിൽ വന്നില്ലെങ്കിൽ ഏപ്രിൽ ഫസ്റ്റ്. ഓക്കെ, ഈ ഒരു ടൈമിലായിരിക്കും നമുക്ക് റിസൾട്ട് വരിക. അപ്പോൾ ഇപ്പം അത്യാവശ്യം ഒരു കൺഫ്യൂഷനൊക്കെ മാറിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു, സീറ്റിന്റെ കാര്യത്തിനും അതേപോലെ മാർക്കിന്റെ കാര്യത്തിനും. ഇപ്പൊ നമുക്ക് ഇത്ര എടുത്ത് പറയാൻ പറ്റില്ല 85 കിട്ടുന്ന കുട്ടികൾക്ക് ഇപ്പൊ സീറ്റ് കിട്ടുമെന്ന്, കാരണം ഈ പ്രാവശ്യത്തെ പരീക്ഷ എളുപ്പമായിരുന്നു. അപ്പൊ നമുക്ക് കട്ട് ഓഫ് അതിനനുസരിച്ച് കൂടാൻ തന്നെയാണ് ചാൻസ് ഉള്ളത്, ഒരിക്കലും കുറഞ്ഞു വരാൻ ചാൻസ് ഇല്ല, കട്ട് ഓഫ് കൂടി തന്നെ വരാനേ ചാൻസ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ CC+ൽ നമ്മുടെ ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2026 നവോദയ എൻട്രൻസിനുള്ള ലോങ് ബാച്ച് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാ പേരൻസും, ഇപ്പൊ നമ്മുടെ CC+ൽ സ്റ്റുഡൻസ് ആയിട്ടുള്ള എല്ലാ പേരൻസും എല്ലാവരോടും, നിങ്ങളുടെ തൊട്ടടുത്തുള്ള വീട്ടിലെ ആൾക്കാരോടും കസിൻസിനോടും ഫ്രണ്ട്സിന്റെ കുട്ടികൾക്കും ഇവർക്ക് എല്ലാവരോടും പറയാം, ഇങ്ങനൊരു സംഭവമുണ്ട്. 2026 നമുക്ക് നവോദയ എഴുതാൻ പറ്റും. നവോദയയുടെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾ തന്നെ പറയൂ. നമുക്ക് CC+ൽ എപ്പോഴും നമ്മൾ പറയുന്നത് മൗത്ത് പബ്ലിസിറ്റിയിലാണ് നമുക്ക് കുട്ടികൾ വരുന്നതാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞ് അവർക്ക് കൊടുക്കുക, ഇന്ന സംഭവങ്ങളുണ്ട്. ഓക്കെ, ഇപ്പൊ എല്ലാ പേരൻസും കുട്ടികളെ CBSE സിലബസിൽ പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ. അപ്പൊ ഫ്രീ ആയിട്ടും കൂടി ആകുമ്പോൾ എല്ലാവർക്കും അത് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും, അതേപോലെ തന്നെ അവരത് പഠിപ്പിക്കുകയും ചെയ്യും. അപ്പൊ നമ്മുടെ 2026 ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എൻക്വയറീസിനായിട്ട് 9496949929 നമ്പറിൽ വിളിക്കുക. അവരെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പറഞ്ഞു തരും. എങ്ങനെയായിരിക്കും ബാച്ച്, എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും A to Z അവർ പറഞ്ഞു തരും. നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. ഇപ്പൊ നമ്മുടെ ലോങ് ബാച്ച് ആണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കുന്നത് ഏത് ബാച്ചിലെയാ? ആദ്യം മുതലേ എല്ലാം മെയിൻ ആയി ഫോക്കസ് ചെയ്ത് പഠിച്ചു പോരുന്നത് നമ്മുടെ മെയിൻ ബാച്ച് ആണ്, അല്ലെ? നേരത്തെ തുടങ്ങി നമ്മൾ പഠിക്കാൻ തുടങ്ങി അത്രയോ സിമ്പിൾ ആവും എക്സാം ടൈമിലേക്ക്. ഓക്കെ, അപ്പൊ എല്ലാവരും ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ നമ്പറിലേക്ക് വിളിക്കുക. ഓക്കെ, അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട്, നവോദയയുടെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്.